പിന്നെ എങ്ങനെ സുരേഷ് ഗോപിയായിട്ട് ഉടക്കായി പോയത്? ഉടക്കൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒരുപാട് വിഷയങ്ങളാണല്ലോ. ഇങ്ങനെ എന്തെങ്കിലും തമാശയ്ക്ക് പറയും, അവന് ദേഷ്യം വരും, അവൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞാൻ എന്തെങ്കിലും അവനെ ഇളക്കാൻ വേണ്ടി പറയും, പണ്ടും പറയും. അതായത് SP-യുടെ തൊപ്പി വെച്ചിടത്ത് പറഞ്ഞു അതൊക്കെ തമാശകൾ പറയുന്നത് നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. വെറുതെ അവനെ ഇളക്കാൻ വേണ്ടി ഇതൊക്കെ പറയും. മാമ പണ്ട് നല്ല ചീത്ത പറയും. ഇപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് ഈയിടെ എന്നെ എന്തോ പറഞ്ഞു, എന്തുമായിരുന്നു 2-3 മാസം എയിംസിന്റെ കാര്യം വന്നപ്പോൾ അത് പറഞ്ഞു എന്തോ പറഞ്ഞു അവൻ്റെ എനിക്കതൊക്കെ തമാശയായിട്ട് തോന്നുന്നു. അവന് ചിലപ്പോൾ ദേഷ്യം വന്ന ചീത്ത പറയും, പക്ഷെ എനിക്കതിൽ പണക്കൊന്നുമില്ല. അത് എയിംസിന് എന്തിനാണ് ഞാൻ അവനെ എൻ്റെ ഇപ്പൊ പരിഹസിക്കാൻ പോയത്? എയിംസിന്റെ കാര്യം തെങ്കാശി എയിംസ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞേ രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയം ഞാൻ വൈകിട്ട് സ്വിച്ച് അണച്ചാൽ പിന്നെ എന്ത് വിരോധം? അവനത് സീരിയസ് ആയിട്ട് എടുത്തോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മക്കളും സുരേഷ് ഗോപിയുടെ മക്കളും എൻ്റെ മക്കളും വലിയ സൗഹൃദമാണ്. എൻ്റെ സുരേഷ് ഗോപിയുടെ മകൻ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അവനായിട്ട് നല്ല സ്നേഹബന്ധമാണ്. ഞാൻ പറയുന്ന ഗണേശ് മാമൻ പറയുന്ന കണക്കൊക്കെ അവൻ കേൾക്കും. അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എൻ്റെ കൂടെ അവനെ ഭയങ്കര കംഫർട്ടബിളാണ്. അവന് ഗണേശ് മാമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ കുറെ ഉടക്കുണ്ടായില്ലേ ഈ ദിവസങ്ങളിൽ പല വിഷയങ്ങളിൽ? തമാശകൾ കാണുമ്പോൾ എന്തെങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെ? ഈ പപ്പടം എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയുന്നത് കാണുമ്പോൾ ചിരിക്കുകയല്ല എന്താ ചെയ്യുന്നത്? അല്ല, ഈ സുരേഷ് ഗോപി പിണങ്ങത്തില്ലെന്ന് എൻ്റെ ചോദ്യം. ഈ കഴിഞ്ഞ ദിവസം ഈ ഭയങ്കര മറുപടി പറച്ചിലായിരുന്നല്ലോ ഈ തെങ്കാശി എയിംസിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഡാ വാടാന്നൊക്കെ വിളിച്ചിട്ടിലേക്ക് മാറിയല്ലോ. പിന്നെ സംഭാഷണം പിന്നീട് കഴിഞ്ഞാൽ അല്ല, എന്നോട് സംഭാഷണമൊന്നുമില്ല. എന്നെ കണ്ട ഒരു കല്യാണ സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി തോണ്ടി വിളിക്കേണ്ടതെന്ന് വിചാരിച്ചു. കാരണം പോടാന്നെങ്ങാനും പറഞ്ഞ ആൾക്കാരിക്കുമ്പോൾ മോശമല്ലേ. അവിടെ ഇപ്പൊ പിണക്കം പോലെ പഴയ പിണക്കം മൂടാ. പിന്നെ പഴയ നമ്മളെ സുഹൃത്തല്ലേ, എടാ പോടാ ടേംസ് അല്ലേ. നമ്മളപ്പോൾ അങ്ങനെ പുറകെ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ പോടാ അങ്ങനെ ചീത്ത പറഞ്ഞ ആൾക്കാരിക്കില്ലേ. മന്ത്രിയെ ചീത്ത വിളിച്ചെന്ന് നാളെ പേപ്പർ വരും, നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ട് ഓടിച്ചെന്ന് പറയും, സീനുണ്ടാക്കി കണ്ടം വഴി ഓടിച്ചെന്ന് പറയും, ഓടിച്ചെന്ന് പറയും. അതുകൊണ്ട് സീനുണ്ടാക്കണമെന്ന് വെച്ചാൽ അല്ല. പക്ഷെ പിണക്കം ഉള്ളിലില്ല. എനിക്ക് പിണക്കൊന്നും ഞാൻ പറഞ്ഞു ആരോടും ഇല്ല. ഷാജ പിണക്കം അല്ല, സുരേഷ് ഗോപിക്കും കാണത്തില്ലേ? അവനുണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. എനിക്ക് പിണക്കൊന്നുമില്ല. ഞാൻ ഇതൊരു തമാശയായിട്ട് ഈ തൊപ്പി മാത്രമല്ല, ഒരു യൂണിഫോമും ഉണ്ടായിരുന്നു വണ്ടിയുടെ സൈഡിൽ. ഡ്രസ്സും പാൻറ്റും എല്ലാം അങ്ങനെ വണ്ടിയുടെ ഹൂക്കിലിങ്ങനെ തൂക്കിയിട്ടുണ്ട്, ഡോറിൻ്റെ സൈഡിൽ തൂക്കി. പോലീസാണെന്ന് തോന്നണം. നാട്ടുകാരിപ്പോഴാണ് കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. അതുകൊണ്ട് നമുക്കൊരു ബോധമേയില്ല. അതുകൊണ്ടാണ് ഈ കളിയാക്കുന്നത്. കളിയാക്കിയാൽ ദേഷ്യം വരുമെന്നറിയാം. അതിനല്ലേ പറയുന്നേ. കളിയാക്കി കഴിഞ്ഞാൽ ഓമനം നീ പോടാന്നൊക്കെ പറയും. അവനാരാ പറയാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രിയാന്നൊക്കെ അങ്ങ് മറന്നു പോകും. അപ്പോൾ അതിനല്ലേ ഇളക്കുന്നേ. അല്ലാതെ വിരോധം വല്ലതും ഉണ്ടായിട്ടാണ്. ചുമ്മാ ഇളക്കിടയ്ക്ക് ഇളക്കി വിടും. അവനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കൊത്തും. എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചിടെ എനിക്കത് രസമായിട്ട് തോന്നി. പുള്ളിക്കാരി കൊത്തും. അതിനു വേണ്ടിയല്ലേ പറയുന്നത്. അല്ലാതെ എന്ത് വിരോധം?